സുബ്ഹാനഹു വ തആല മനുഷ്യനെന്ന് പറയുന്ന നമ്മെ മറ്റ് ജീവജാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി പ്രത്യേകമായ പ്ലാനും പരിപാടിയോടുകൂടെ അവൻ്റെ നിയമങ്ങൾക്ക് വഴിപ്പെട്ട് ജീവിക്കുന്ന, അവൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്ന ഒരു വിഭാഗമായി കൊണ്ടാണ് നമ്മളെ അല്ലാഹു തആല ഭൂമി ലോകത്തേക്ക് നിയോഗിച്ചിരിക്കുന്നത്. നമുക്ക് വേണ്ടി ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളെയും അല്ലാഹു തആല സൃഷ്ടിച്ചു. ഖലഖലക്കും മാ ഫിൽ അർദി ജമീഅൻ. ഈ ഭൂമി ലോകത്തുള്ള എല്ലാ വസ്തുക്കളും മനുഷ്യരുടെ ഉപയോഗത്തിനും മനുഷ്യരുടെ ഉപകാരത്തിനും വേണ്ടിയിട്ടാണ് അല്ലാഹു തആല സൃഷ്ടിച്ചത്. പക്ഷെ മനുഷ്യനെ ആശ്രയിച്ച് കഴിയുന്ന ഒരു ജീവിയും ഈ ഭൂമി ലോകത്തില്ല. മനുഷ്യന് എല്ലാ ജീവിജാലങ്ങളെയും ആശ്രയിക്കേണ്ടി വരുന്നു. ജീവനുള്ളതും അല്ലാത്തതുമായ വസ്തുക്കളെ ആശ്രയിച്ചാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ നമ്മളെ ആശ്രയിച്ച് ജീവിക്കുന്നവർ ഈ ലോകത്തില്ല. മനുഷ്യനെന്ന് പറയുന്ന ഈ വർഗം തന്നെ ഭൂമിയിൽ ഇല്ലാതായാലും ഈ ലോകത്തുള്ള പുല്ലുകളും ചെടികളും മരങ്ങളും അതാതിൻ്റെ പ്രകൃതിപരമായ വളർച്ചയുമായി അത് മുന്നോട്ട് പോകും. അതിലൊരു നഷ്ടവും വരില്ല. പക്ഷെ അവകളൊക്കെ നശിക്കുന്നത്, അവയിൽ ഏതെങ്കിലും ഒന്ന് നശിക്കുന്നത് മനുഷ്യരായ നമുക്ക് നഷ്ടമാണ്, പരാജയമാണ്, കുറവാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പരസ്പരം ഒത്തുചേർന്ന് ജീവിക്കുക, കൂട്ടായി ജീവിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടെ മറ്റുള്ളവരിലേക്ക് ആശ്രയിക്കുന്ന വിധത്തിലാണ് അല്ലാഹു തആല നമ്മളെ സംവിധാനിച്ചിരിക്കുന്നത്. നമുക്കെല്ലാ ജീവജാലങ്ങളും വേണം, ചെടികൾ വേണം, മരങ്ങൾ വേണം, കടൽ വേണം, കര വേണം. അത് മാത്രം പോരാ, നമ്മെ പോലെയുള്ള മറ്റു മനുഷ്യരെയും നമ്മൾ ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. നമ്മൾ ഉണ്ടാക്കി കൊണ്ടുവന്ന നെല്ല് കുത്തി അരിയാക്കിയിട്ടല്ല നമ്മൾ ഭക്ഷണം കഴിക്കുന്നത്. നമ്മളുണ്ടാക്കിയ പച്ചക്കറിയല്ല നമ്മൾ കഴിക്കുന്നത്. നമ്മളുണ്ടാക്കിയ വസ്ത്രമല്ല നമ്മൾ ധരിക്കുന്നത്. എല്ലാം മറ്റുള്ളവരെ ആശ്രയിച്ചുകൊണ്ടാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്നത്. ആർക്കും മറ്റൊരാളെ ആശ്രയിക്കാതെ ജീവിക്കാൻ സാധ്യമല്ലാത്ത വിധം ഒരു കൂട്ടായ്മ, പരസ്പരമായ ആശ്രയം മനുഷ്യർക്ക് അനിവാര്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഭിന്നിക്കേണ്ടവരല്ല, ഒറ്റപ്പെട്ട് ജീവിക്കേണ്ടവരല്ല, അകന്ന് ജീവിക്കേണ്ടവരല്ല. പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, വഅതസിമൂ ബിഹബ്ലില്ലാഹി ജമീഅ. നിങ്ങൾ അള്ളാഹുവിന്റെ പാശത്തെ, അള്ളാഹുവിന്റെ മാർഗത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുക. വലാ തഫറഖു. നിങ്ങൾ ഛിന്ന ഭിന്നമാകരുത്, നിങ്ങൾ ഒറ്റപ്പെട്ട് ജീവിക്കരുത്, നിങ്ങൾക്കിടയിൽ അന്തഛിദ്രത ഉണ്ടാവരുത്, അനൈക്യം ഉണ്ടാവരുത്. നിങ്ങൾ സാഹോദര്യ ബോധത്തോടുകൂടെ ജീവിക്കുക. യദുല്ലാഹി അലൽ ജമാഅ. അള്ളാഹുവിന്റെ പ്രവാചകർ പറഞ്ഞു, ഈ സമുദായത്തിന് അള്ളാഹു നൽകുന്ന അനുഗ്രഹം അലൽ ജമാഅ, ഈ കൂട്ടായ്മയിലൂടെയാണ്. അള്ളാഹു നൽകുന്ന സമൂഹത്തിന്റെ, മനുഷ്യരുടെ ജമാഅത്തിന്റെ കൂട്ടായ്മയിലൂടെയാണ് അള്ളാഹു തആല നമുക്ക് അനുഗ്രഹം നൽകുന്നത്, അവന്റെ ഗുണം വരുന്നത്. അതുകൊണ്ടാണ് മഹാനായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ലൽ ഇസ്ലാമു ഇല്ലാ ബിൽ ജമാഅ. കൂട്ടായ്മയില്ലാതെ ഇസ്ലാമിന് നിലനിൽപ്പ് വളരെ പ്രയാസമുണ്ടാക്കുന്ന ഒന്നാണ്. കൂട്ടായ്മയാണ് ഇസ്ലാമിന്റെ നിലനിൽപ്പ്. ഒറ്റയ്ക്ക് നിലനിൽക്കുന്ന ഒന്നല്ല ഇസ്ലാം. അതുകൊണ്ട് കൂട്ടായ്മ നമുക്ക് അനിവാര്യമാണ്. വലൽ ജമാഅത്തു ഇല്ലാ ബിൽ ഇമാറ. കൂട്ടായ്മ ഉണ്ടാവണമെങ്കിൽ തീർച്ചയായും അതിനൊരു അധികാരി, ഒരു തലവൻ, ഒരു നേതാവ്, ഒരു അമീർ ഉണ്ടാവാതെ കഴിയുകയില്ല. വലൽ ഇമാറ. ഒരു ഇമാറത്ത് നിലനിൽക്കണമെങ്കിൽ, അധികാരം നിലനിൽക്കണമെങ്കിൽ, തലപ്പത്തൊരു അമീർ വേണമെങ്കിൽ ഇല്ലാ ബിൽ ഇത്വാഅ, അതിനനുസരിക്കുന്ന ഒരു സമൂഹം ഉണ്ടാവുകയും വേണം. അനുസരണയില്ലാതെ ആ അമീറിന് ഒന്നും ചെയ്യാൻ കഴിയില്ല. അപ്പൊ ഒരു അമീറിനെ അനുസരിച്ചുകൊണ്ട് കൂട്ടമായി ജീവിക്കുന്ന, പരസ്പര സൗഹൃദത്തിലും സഹായത്തിലും സഹകരണത്തിലും ജീവിക്കുന്ന ഒരു വിഭാഗമാണ് മുസ്ലിമീങ്ങൾ എന്നാണ് ഇവിടെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും പരിശുദ്ധ ഖുർആനും മറ്റുമൊക്കെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അലൈക സമഉ വ ത്വാഅ. നിങ്ങൾ അനുസരണയുള്ളവരും അംഗീകരിക്കുന്നവരുമാകുക. നിങ്ങൾ അനുസരിക്കണം, നിങ്ങളുടെ ഇമാറത്തിലുള്ളവരെ അനുസരിക്കണം. അതേപോലെ നിങ്ങൾ അംഗീകരിക്കുകയും വേണം, അവരെ അംഗീകരിക്കേണ്ടവരെ. ഫീ ഉസ്രിക വ യുസ്രിക. നിനക്ക് സന്തോഷമുള്ള കാര്യമായാലും നിനക്ക് പ്രയാസമുണ്ടാക്കുന്ന കാര്യമായാലും പരസ്പരം സഹകരിച്ചുകൊണ്ട്, വഴിപ്പെട്ടുകൊണ്ട്, പരസ്പരം അംഗീകരിച്ചുകൊണ്ട് ജീവിക്കാൻ നിങ്ങൾക്ക് കഴിയണം. വ മൻഷത്തിക്ക വ മക്റഹിക്ക. നിനക്ക് വെറുപ്പുണ്ടാക്കുന്ന കാര്യമായാലും നിനക്ക് ആവേശം നൽകുന്ന കാര്യമായാലും ഇഷ്ടപ്പെടാത്ത കാര്യമായാലും, അസറത്തിൽ അലയിക്ക, നിന്നെ അവഗണിക്കപ്പെടുകയാണെങ്കിൽ പോലും
നീ അംഗീകാരവും അനുസരണയും നിന്റെ തലപ്പത്തുള്ളവർക്ക് നൽകണം. അപ്പോഴാണ് ഈ സമൂഹത്തിന്റെ വലാ തഫറഖു, നിങ്ങൾ ഛിന്ന ഭിന്നമാകരുത് എന്ന് അല്ലാഹു തആല പറഞ്ഞ ആ നിലപാട് നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ ഇത് കൂടാതെ കഴിയുകയില്ല എന്ന കാര്യം ഉറപ്പാണ്. എന്തിനാണ് ഈ കൂട്ടായ്മ? എന്തിനാണ് ഈ അനുസരണ? എന്തിനാണ് ഈ നേതൃത്വം? എന്തിനാണ് ഈ സമൂഹത്തിന്റെ കൂട്ടായ സഹകരണം? അത് പരിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നുണ്ട്. ഖിയാമൻ ലിന്നാസ് ഖിവാമൻ ലിമസാലിഹിം ദീനം വ ദുനിയ. ഭൗതിക കാര്യങ്ങളിലും ദീനി കാര്യങ്ങളിലും മതപരമായ ഗുണകരമായ കാര്യങ്ങളിലൊക്കെ നിലനിൽപ്പുണ്ടാവണമെങ്കിൽ അത് അനിവാര്യമാണ്. നമ്മൾ നിലനിൽക്കണം. ഈ സമൂഹം നിലനിൽക്കണമെങ്കിൽ അങ്ങനെയാവണം. നമ്മൾ ഓരോരുത്തരുടെ കാഴ്ചപ്പാടുമായിട്ട് താന്തോന്നികളായി പോയാലൊന്നും ഈ സമൂഹത്തിന് കൂട്ടായ്മയുണ്ടാവില്ല. ഈ സമുദായത്തിന് നിലനിൽപ്പ് ഭദ്രമാവുകയില്ല. അതുകൊണ്ട് തന്നെ ഈ സമൂഹത്തിന്റെ ഭദ്രത നിലനിൽക്കുന്നത് ബാധ്യതകളിലാണ്. അവനവന്റെ ബാധ്യത അവനവൻ ഏറ്റെടുക്കുക എന്നതാണ്. ഇന്നത്തെ ആധുനിക സമൂഹത്തിന്റെ നിലപാടെന്താ? ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ശേഷം ലോകത്തുണ്ടായ 1700-കൾക്ക് ശേഷം കഴിഞ്ഞ 2 നൂറ്റാണ്ടുകളിൽ 800, 900, 2000 വരെയുള്ള 3 നൂറ്റാണ്ടുകളായി ലോകത്ത് നിലനിൽക്കുന്ന ഒരു സ്വഭാവമാണ് ബാധ്യത ആരും ഏറ്റെടുക്കൂല. അപ്പൊ അവകാശങ്ങൾ നേടാനായി സമരം ഞങ്ങൾ ചെയ്യുമ്പോൾ കണ്ടില്ലെന്ന് നടിക്കുന്നവരെ തട്ടും ഞങ്ങൾ, വെട്ടും ഞങ്ങൾ. ഇതെല്ലാവരും ആരും കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. തൊഴിലാളികൾ അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി സംഘടിക്കുന്നു. മുസ്ലിമീങ്ങൾ അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി സംഘടിക്കുന്നു. അതേപോലെ മുതലാളിമാര്, വ്യവസായികൾ, വ്യാപാരി വ്യവസായി ഏകോപന സമിതി അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി സംഘടിക്കുന്നു. എല്ലാം ലോകത്തെ ഏത് സംഘടന നോക്കിയാലും അങ്ങനെ കാണുള്ളൂ. ഇനി അത് മതസംഘടനകളായാലും നിലപാടില്ല. എല്ലാവരും അവകാശങ്ങൾക്ക് നേടാനായിട്ട് ഏതെങ്കിലും ഒരു സംഘടന കേരളത്തിൽ ബാധ്യതകൾ വീട്ടാൻ വേണ്ടി സംഘടിച്ച ഒരു സംഘടന കേരളത്തിലുള്ളതായിട്ട് എൻ്റെ അറിവിലില്ല. നിങ്ങൾ ആരെങ്കിലും അങ്ങനെ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ പറഞ്ഞെന്നാൽ എനിക്ക് ബോധ്യപ്പെടും. ഞാൻ കണ്ട സംഘടന ഒന്നുമില്ല. എല്ലാവർക്കും അവകാശങ്ങൾ നേടണം. ബാധ്യതയെ പറ്റി പറയുകയോ ബാധ്യതയെ പറ്റി അനുയായികളെ ബോധ്യപ്പെടുത്തുകയോ, ഏത് സമൂഹത്തിലും തൊഴിലാളിക്ക് തൊഴിലാളിയുടേതായ ബാധ്യതയുണ്ട്, മുതലാളിക്ക് മുതലാളിയുടേതായ ബാധ്യതയുണ്ട്, വ്യവസായിക്ക് വ്യവസായിയുടേതായ ബാധ്യതകളുണ്ട്, ഒരു മുസ്ലിമിന് മുസ്ലിം എന്ന നിലയ്ക്കുള്ള ബാധ്യതകളുണ്ട്. അതാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത്. അവകാശങ്ങളെ പറ്റി ഇസ്ലാം പറയുന്നില്ല. ഇസ്ലാം എപ്പോഴും ബാധ്യതകളെ ഓർമ്മിപ്പിക്കുകയാണ്. ഹഖുൽ മുസ്ലിമി അലൽ മുസ്ലിമി സിത്തുൻ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമിനോടുള്ള ബാധ്യത 6 ഓരോന്നും പറയാൻ ഞാൻ സമയം കാണുന്നില്ല. 6 ബാധ്യതകൾ മുസ്ലിം വീട്ടണം. കണ്ടാ സലാം പറയണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അങ്ങനെ മുസ്ലിമിന്റെ ബാധ്യത പറഞ്ഞിട്ട് അല്ലാഹ് പറഞ്ഞു, ഹഖുൽ റസൂൽ പറയുന്നു, ഹഖുൽ ജാരി, ഒരു അയൽവാസിക്ക് അയൽവാസിയോടുള്ള ബാധ്യത, അവന്റെ അയൽവക്കത്ത് താമസിക്കുന്നവനോടുള്ള ബാധ്യത. അവൻ മുസ്ലിം ആവട്ടെ, ഹിന്ദു ആവട്ടെ, ക്രിസ്ത്യാനി ആവട്ടെ, നിരീശ്വരവാദി ആവട്ടെ, വേറെ താഴ്ന്ന ജാതിയാവട്ടെ, ഉയർന്ന ജാതിയാവട്ടെ, അതൊക്കെ ഇപ്പോഴും നിലനിൽക്കുകയാണല്ലോ. ഇന്ന് പോലും നമ്മുടെ പത്രത്തിൽ ഞാൻ യാദൃച്ഛികമായി കണ്ടുപോയതാണ്. ചെറിയ വാക്യം നോക്കാറില്ല. കൂട്ടത്തിൽ കണ്ണാടിയിലുണ്ട് ജാതീയത എന്നാണ് ഇപ്പൊ മനസ്സിലാകുന്നത്. പത്രത്തിലുള്ളതാണ്, ഇന്നത്തെ പത്രത്തിലുണ്ട്. ഞാൻ പറഞ്ഞ മോശമായി പോകുന്നതുകൊണ്ട് ഞാൻ വിവരിക്കുന്നില്ല. നമ്മൾ അങ്ങനെ ആവരുത്. നമ്മൾ മനുഷ്യനെ മനുഷ്യനായി കാണാനുള്ള ഒരു അവസ്ഥ വരണം. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത്, ഹഖുൽ ജാരി, ഒരു അയൽവാസിക്ക് അയൽവാസിയോടുള്ള ബാധ്യത. ഇൻ മരിഉത്തഹു, മരിച്ചാൽ അവനെ സന്ദർശിക്കണം, രോഗിയായാൽ സന്ദർശിക്കണം. വൈൻ മാത ശയ്യതഹു, മരിച്ചാൽ അവന്റെ ശവമടക്കുന്നതിന് ജനാസ സംസ്കരണത്തിൽ പങ്കെടുക്കണം. വൈസ്തഖറത അഖറതഹു, കടം ചോദിച്ചാൽ നീ കൊടുക്കണം. കൊടുക്കോ? മുസ്ലിം ചോദിച്ചാൽ തന്നെ കൊടുക്കും. ഞാനൊരു അനുഭവം, എൻ്റെ അനുഭവത്തിൽ തന്നെ ഉണ്ട്. ഞാൻ ജോലി ചെയ്തൊരു മഹലിൽ ഉണ്ടായിരുന്നു. അല്ല പുറത്തു കൊടുക്കുമാറാവട്ടെ. ആദ്യന്റെ അടുത്ത് പോയിട്ട് ഒരാൾ പൈസ ചോദിച്ചു, കുറച്ച് പൈസ. കുട്ടി ആശുപത്രിയിലാണ്. ആദ്യരെ ഒരു 2000 രൂപ കടം തരണേ പറഞ്ഞപ്പോ ആദ്യര് പറഞ്ഞു, എൻ്റെ കയ്യിൽ പൈസ ഒന്നും ഇല്ലടാ, വർഗീസ് എൻ്റെ കയ്യിൽ തന്നു വെച്ച കുറച്ച് പൈസ ഉണ്ട്, അതൊന്ന് വേണമെങ്കിൽ തരാം, അതിന് 100ന് 10 കൊടുക്കേണ്ടി വരും വന്നു. അങ്ങനെ മനസ്സിലായില്ലേ? ആചാര്യന്റെ പൈസ അല്ല, വർഗീസിന്റെ പൈസ. ആചാര്യ പേരാ. അങ്ങനത്തെ ഒരു ആചാര്യണ്ടായിരുന്നു ഞാൻ ജോലി ചെയ്ത മഹലിൽ. ആള് മരിച്ചു പോയിട്ടുണ്ടാവും. 10-25 കൊല്ലം മുമ്പുള്ള ആളാണ്. അന്നത്തെ അനുഭവമാണ്. അല്ല പുറത്തു കൊടുക്കട്ടെ. അപ്പൊ ഇതാണ് സ്വഭാവം. ഒരു അയൽവാസിക്ക് ഒരു പ്രയാസം വന്നാല് കടം ചോദിച്ചാൽ കൊടുക്കൽ ബാധ്യതയാണ്. തരൂലാന്ന് പറയാൻ പറ്റൂല, എന്തെങ്കിലും കൊടുക്കണം.
ഇവർ എന്ത് അത്യാവശ്യത്തിന് വേണ്ടി എടുത്തു വെച്ചതാണെങ്കിലും അയൽവാസിയായ വേലായുധനോ നാരായണനോ ആരോ അവിടെ വന്നിട്ട് കുട്ടി ഹോസ്പിറ്റലിലാ, അമ്മ ഹോസ്പിറ്റലിലാ, കുറച്ച് 2000 ഉറുപ്പ്യ തരണം, കടം തരണം എന്ന് പറഞ്ഞാൽ അവിടെ 100-ന് 10 തരണം, അല്ലെങ്കിൽ 1000-ന് 500 തരണം എന്നൊന്നും പറയാൻ പാടില്ല. അത് കൊടുക്കൽ മുസ്ലിമിന്റെ ബാധ്യതയാണ്. പലിശയ്ക്ക് കാത്തു നിൽക്കുന്നവനല്ല മുസ്ലിം. ആ ബാധ്യതകളെ പറ്റിയാണ് ഇസ്ലാം എപ്പോഴും നമ്മളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. കടം ചോദിച്ചാൽ നീ കൊടുക്കണം. അവന്റെ കുടുംബത്തിലോ അവരിലോ വല്ല വൈകല്യങ്ങൾ ഉണ്ടെങ്കിൽ, വല്ല പ്രശ്നങ്ങളുണ്ട്, മോശപ്പെട്ടതുണ്ടെങ്കിൽ തന്നെ അത് പരസ്യപ്പെടുത്തരുത്. സത്തർത്തഹു, നീ അത് മറച്ചു വെക്കാനാണ് ശ്രമിക്കേണ്ടത്. നമ്മളിപ്പോ ചെയ്യുന്ന പണി എന്താ? അയൽവാസിന്റെ കുറ്റം കുറവും ഭൂതക്കണ്ണാടി വെച്ച് പരിശോധിച്ചിട്ട് അത് രാവിലെ നേരത്തെ ചെന്ന് ചായക്കടയിൽ പോയി 4 ആളോട് പറഞ്ഞാലേ നമുക്കൊരു സമാധാനമാവുള്ളൂ. എല്ലാവരെയും ഒന്ന് അറിയിക്കണം. അയൽവാസിന്റെ കെട്ടിയോളും ഭാര്യയും ഭർത്താവും ഇന്നലെ രാത്രി വഴക്കുണ്ടായിട്ടുണ്ട്, അവിടെ തല്ലുപടി നടന്നിട്ടുണ്ട് എന്നൊക്കെ 4 ആളോട് അറിയിച്ചാലാണ് നമുക്കൊരു സമാധാനം കിട്ടുക. അത് മറച്ചു വെക്കണമെന്നാണ് ഇസ്ലാം, അള്ളാഹുവിന്റെ പ്രവാചകർ നമ്മളോട് പറയുന്നത്. നീ അതൊക്കെ മറച്ചു വെക്കണം. അവന് വല്ല ഗുണം വന്നാൽ ഹന്നൽതഹു, നീ അവന് സന്തോഷം ആശംസിക്കണം, നീ അവന് ആശംസകൾ നേരണം. മുസീബത്തുൻ, അവന് വല്ല വിഷമം വന്നാലോ അസ്സൈതഹു, നീ കണ്ണോക്കിന് പോണം, അവന്റെ ദുഃഖത്തിൽ പങ്കെടുക്കണം. അവന്റെ കുടുംബത്തിൽ ആരെങ്കിലും മരിച്ചാൽ കണ്ണോക്കിന് പോകണം. ഈ അല്ലാഹുവിന്റെ റസൂല് പറയുന്ന വാക്ക് അസ്സൈത എന്ന് പറഞ്ഞാൽ കണ്ണോക്ക് തന്നെ അതിന്റെ മലയാളം. കണ്ണൊഴുക്ക് തടയുക, അതിനാണ് തഴ്സിയത്ത് എന്ന് പറയുക അറബിയില്. അതാണ് മലയാളത്തിൽ കണ്ണോക്ക്. അവന്റെ ദുഃഖം കൊണ്ട് അവൻ കരയും. അവന്റെ കണ്ണൊഴുക്ക് തടയാൻ വേണ്ടി അവന്റെ അടുക്കൽ ചെന്നിട്ട് ആശ്വസിപ്പിക്കുന്നതിനാണ് കണ്ണോക്ക് എന്ന് പറയുക. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, വലാ തർഫഉ ബിനാക ഫൗക ബിനായിഹി ഫതസുദ്ദ അലൈഹി ബിഹ. അവന്റെ വീടിനേക്കാൾ, അവന്റെ 1 നില വീടിനോട് ചേർന്ന് നീ 2 നില വീട് കയറ്റിയിട്ട് അവന്റെ വീട്ടിലേക്ക് കാറ്റ് വരുന്നത് നീ തടയരുത്. റസൂലുള്ള പറയുന്ന ഗൗരവം നമ്മൾ ആലോചിക്കണം. അവന് കിട്ടുന്ന കാറ്റ് നീ തടയാൻ പാടില്ല, അത് അവന് ബുദ്ധിമുട്ടുണ്ടാക്കും. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, വലാ തുർദിഹി ബിഹി കിദരിക. നിന്റെ വീട്ടിൽ ആട്ടിറച്ചിയോ പോത്തിറച്ചിയോ അല്ലെങ്കിൽ ചിക്കനോ വാങ്ങിക്കൊണ്ടുവന്നിട്ട് അൽഫാമോ കറിയോ ഒക്കെ ഉണ്ടാക്കുമ്പോ അതിന്റെ വാസന അടുത്ത വീട്ടിലെ പാവപ്പെട്ടവന്റെ വീട്ടിലേക്ക് ആ വാസന അടിച്ചു വീശുന്ന രൂപത്തിൽ നീ ഉണ്ടാക്കരുത്. ഉണ്ടാക്കിയാൽ അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, നീ അതിൽ നിന്ന് കോരിയൊരു പാത്രത്തിലാക്കി അവന്റെ അവകാശം അവിടെ എത്തിച്ചു കൊടുത്തിട്ട് വേണം നിനക്ക് തിന്നാൻ. ഇത് ബാധ്യതയാണ്. നമ്മൾ ആലോചിച്ച് നോക്കി, നമ്മൾ ഈ ബാധ്യതയെ പറ്റി ബോധവാന്മാരല്ല. നമ്മൾ സംഘടിക്കുകയാണ് ഇന്ന്. പക്ഷെ ആ സംഘടിക്കുന്നതൊന്നും നന്മയ്ക്ക് വേണ്ടിയിട്ടല്ല, പരസ്പരം സഹായിക്കാൻ വേണ്ടിയിട്ടല്ല, മറ്റുള്ളവർക്ക് ഗുണത്തിന് വേണ്ടിയിട്ടല്ല. ഇങ്ങനെ ഓരോ രംഗത്തും ബാധ്യതകളെ പറ്റിയാണ് ഇസ്ലാം പറയുന്നത്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഹഖ്ഖു സൗജി അലൽ മർഅ. ഒരു ഭർത്താവിന് ഭാര്യയോടുള്ള ബാധ്യതകൾ, അതേപോലെ ഭാര്യയ്ക്ക് ഭർത്താവിനോടുള്ള ബാധ്യതകൾ. ഹഖ്ഖുൽ വാലിദി അലൽ വലദി. ഒരു പിതാവിന് കുട്ടിയോടുള്ള ബാധ്യത, മകനോടുള്ള ബാധ്യത, മകളോടുള്ള ബാധ്യത. അൻ യുഹ്സിന ഇസ്മഹു, നല്ല പേര് വെക്കണം. ചീത്ത പേര് വെച്ചിട്ട് അവനെ മാനം കെടുത്തരുത്. അവന് നല്ല വസ്ത്രം വാങ്ങിക്കൊടുക്കണം, ആഭരണങ്ങൾ വാങ്ങിക്കൊടുക്കണം പെൺകുട്ടികൾക്ക്. അതേപോലെ പ്രായമായാൽ, സമയമെത്തിയാൽ ആ പെൺകുട്ടിയെ കെട്ടിക്കണം, മകന് പെണ്ണ് കെട്ടിച്ചു കൊടുക്കണം. ഈ ബാധ്യതകളൊക്കെ. അതേപോലെ പിതാവിന്റെ കാര്യത്തിൽ മക്കൾക്ക് ബാധ്യത ഏൽപ്പിക്കുന്നു പരിശുദ്ധ ദീനുൽ ഇസ്ലാം. ബാധ്യതകളുണ്ട്. ആ വാപ്പയോട് പിതാവിനോട് ഒരുപാട് കടപ്പാടുകൾ മക്കൾക്കുണ്ട്. ആ വാപ്പായുടെ ഉമ്മ മരിച്ചാൽ, ആ വാപ്പയുടെ ഭാര്യ മരിച്ചാൽ, നിന്റെ ഉമ്മ, ആ വാപ്പയുടെ ഭാര്യ മരിച്ചാൽ ആ പിതാവിന് ഒരു പെണ്ണിന്റെ സഹായമില്ലാതെ ജീവിക്കാൻ കഴിയില്ല. പെൺമക്കൾ 14 ഉണ്ടായിട്ടും കാര്യമില്ല. ഭാര്യ എന്ന പെണ്ണിന് ചെയ്യുന്ന ഗുണം മറ്റൊരു പെണ്ണിന് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് ആ വാപ്പാക്ക് പെണ്ണ് കെട്ടിച്ചു കൊടുക്കേണ്ട ബാധ്യത മക്കൾക്കുണ്ട്. പരിശുദ്ധ ദീനുൽ ഇസ്ലാം വെച്ചിട്ടുണ്ട്, അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചിട്ടുണ്ട്. ഭാര്യ മരിച്ചുപോയ വാപ്പാക്ക് പെണ്ണ് കെട്ടിച്ചു കൊടുക്കൽ മക്കളുടെ ബാധ്യതയാ. നമ്മുടെ നാട്ടിൽ ഇപ്പൊ നടക്കണ എന്താ? വാപ്പയെങ്ങാനും ഒരു പെണ്ണ് കെട്ടണമെന്ന് ആഗ്രഹിച്ചാൽ മക്കൾ ചെന്ന് പറയും, ആ പൂതി അവിടെ ഇരുന്നോട്ടെ, മുതല് ഞങ്ങളുടെ മുതലാ, തൊടാനായിരിക്കൂല. ഇനി തോന്നിയാസം വെച്ചാണ്ടല്ലോ അടങ്ങി ഒരുങ്ങി കിട്ടണമെന്ന് ഇവിടെ ജീവിച്ചോളുണ്ടോ, അല്ലെങ്കിൽ വൃദ്ധസദനത്തിൽ കൊണ്ടാക്കും എന്ന് വാപ്പാൻ മക്കൾ ഭീഷണിപ്പെടുത്തും. ബാധ്യതകളില്ല. അവകാശങ്ങളെ പറ്റി നല്ല ബോധ. എന്റെ അവകാശം എനിക്ക് കിട്ടണം, ബാപ്പാന്റെ അവകാശം കിട്ടണം, അമ്മാന്റെ അവകാശം കിട്ടണം,
വാപ്പാനോട് ഉമ്മാനോടുള്ള കടമ വീട്ടാത്തവന്, ബാധ്യത വീട്ടാത്തവന് എന്ത് അവകാശമാണ് ഇസ്ലാം വെച്ചിരിക്കുന്നത്? അതുകൊണ്ട് നമ്മൾ ആലോചിക്കുക, അഫ്ദലുൽ അഅ്മാലി ബഅദൽ ഈമാനി ബില്ലാഹി അത്തവദ്ദുദു ഇലന്നാസ്. നമ്മൾ സ്നേഹത്തിലും കാരുണ്യത്തിലും ആകണമെന്നാണ് അള്ളാഹു ആഗ്രഹിച്ചിരിക്കുന്നത്. നമുക്കിടയിലുള്ള രഞ്ജിപ്പ്, യോജിപ്പ്, ഈ ഇണക്കം, ഈ ജമാഅത്ത്, ഈ കൂട്ടായ്മയെ അള്ളാഹു തആല ശക്തിപ്പെടുത്തിയിരിക്കുന്നത് കാരുണ്യത്തിലാണ്. ആ സ്നേഹത്തിലും കാരുണ്യത്തിലും സംഘടിക്കുമ്പോൾ മാത്രമാണ്, ആ നന്മയിൽ ഒന്നിക്കുമ്പോൾ മാത്രമാണ് നമ്മുടെ കൂട്ടായ്മകൾ ജമാഅത്തായി മാറുന്നത്. നല്ലതിനു വേണ്ടി കൂടുമ്പോഴാണ് ജമാഅത്താകുന്നത്. ഇപ്പൊ എങ്ങനെയാ? ഇപ്പൊ അതിന്റെ കൂടെ നമ്മ കൂടൂല. ജമാഅത്തൊന്നും നമുക്ക് വേണ്ട. ഇപ്പൊ സംഘടനകളാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പൊ സംഘടനകളാണ്. അതിന്റെ ഓരോ താല്പര്യങ്ങള്, അതിനുവേണ്ടി രാഷ്ട്രീയ പാർട്ടികളായാലും മത ജാതി പാർട്ടികളായാലും വർഗീയ സംഘടനകളായാലും വർണ്ണ നിറത്തിന്റെ പേരിലുള്ള സംഘങ്ങളായാലും അല്ലെങ്കിൽ തൊഴിലാളി മുതലാളി സംഘടനകളായാലും എല്ലാം അവകാശത്തെക്കുറിച്ച് മാത്രമാണ് അവർ സംസാരിക്കുന്നത്. ബാധ്യതകളെ പറ്റി അവരാരും അവരുടെ അനുയായികൾക്ക് നിർദ്ദേശം നൽകാറില്ല. നന്മകൾ കൽപ്പിക്കാറില്ല, തിന്മകൾ വിരോധിക്കാറില്ല, ബാധ്യതകളെ പറ്റി ബോധ്യപ്പെടുത്താറില്ല. അങ്ങനെ വരുമ്പോ തീർച്ചയായും സമൂഹം ചീത്തയാകും. അവർക്ക് കിട്ടേണ്ട അറിവ് കിട്ടുന്നില്ല, വേണ്ട ബോധനം അവരിലേക്ക് ലഭിക്കുന്നില്ല. അതിന്റെ പ്രതിഫലനം എന്ന നിലയ്ക്കാണ് സമൂഹത്തിൽ തമ്മാടിത്തരങ്ങൾ വ്യാപകമാകുന്നത്, അനുസരണക്കേട് വ്യാപകമാകുന്നത്, പുതിയ തലമുറ വഴിതെറ്റുന്നത്. ഇത്തരം സന്ദേശങ്ങളാണ് അവർക്ക് കിട്ടുന്നത്. നന്മയുടെ പേരിൽ സംഘടിക്കുന്ന ഒരു കൂട്ടായ്മ ലോകത്ത് കാണുന്നില്ല. വളരെ അപൂർവമാണ്. ഉണ്ടാവാം, ഉണ്ടായത് തന്നെ കുറച്ചുകാലം കഴിഞ്ഞാൽ പിന്നെ പഴയ കോലത്തിലേക്ക് മാറിയതാണ് അനുഭവങ്ങളൊക്കെ. ഒരു സംഘവും ഹക്കിന്റെ പേരിലാകുന്നില്ല. അതുകൊണ്ട് ആ പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് ഫഅമ്മാമൻ തഗ, അതിക്രമികളായി തീർന്നാൽ, ധിക്കാരികളായി തീർന്നാൽ, അനുസരണയില്ലാത്തവരായി തീർന്നാൽ, വാസറൽ ഹയാത്ത ദുനിയ, ദുനിയാവിന്റെ താല്പര്യങ്ങളെ തിരഞ്ഞെടുക്കുകയും ചെയ്താൽ ഫൈനൽ ജഹീമ ഹിയൽ മഅ്വ, നരകമാണ് അവരുടെ അഭയസ്ഥാനം. വഅമ്മാമൻ ഖാഫ മഖാമ റബ്ബിഹി വനഹൻ നഫ്സ അനിൽ ഹവാ, പടച്ചതമ്പുരാന്റെ മുമ്പിൽ ജീവിതം ചോദ്യം ചെയ്യപ്പെടുമെന്നും ഇത് വിചാരണയ്ക്ക് വിധേയമാക്കപ്പെടുമെന്നുള്ള പേടിയോടുകൂടെ, ഭയത്തോടുകൂടെ വനഹൻ നഫ്സ അനിൽ ഹവാ, താന്തോന്നിത്തരത്തെ തൊട്ട് അവനവനെ നിയന്ത്രിക്കാൻ, തടയാൻ ഒരു മനുഷ്യന് കഴിഞ്ഞാൽ ഫൈനൽ ജന്നത ഹിയൽ മഅ്വ, അവന്റെ അഭയസ്ഥാനം സ്വർഗമാണ് എന്ന് അള്ളാഹു പറയുന്നതും അതുകൊണ്ട് തന്നെയാണ്. അപ്പൊ നമ്മളെ ഒന്നിപ്പിക്കുന്ന, നമ്മുടെ കൂട്ടായ്മയ്ക്ക് കാരണമാകുന്നത് കാരുണ്യമാകണം, സ്നേഹമാവണം, നന്മയാവണം, നന്മയുടെ പേരിലാവണം. തഖ്വയിലും നന്മയിലും നിങ്ങൾ പരസ്പരം സഹകരിക്കുക, പരസ്പരം സഹായിക്കുക എന്ന് അള്ളാഹു നമ്മളോട് പറയുന്നതും അതുകൊണ്ട് തന്നെയാണ്. അങ്ങനെയുള്ള അവസ്ഥയാണ് നമ്മുടെ ജമാഅത്തുകൾക്കൊക്കെ ഉണ്ടായിരുന്നത്, നമ്മുടെ കൂട്ടായ്മയ്ക്ക് ഉണ്ടായിരുന്നത്. അതൊക്കെ തന്നെയാണ്. നമ്മൾ നന്മയുടെ പേരിലാണ് ഇവിടെ സംഘടിക്കുന്നത്. കണ്ണാടി ജമാഅത്തായാലും നമ്മൾ സംഘടിക്കുന്ന എന്തിനാ? 5 നേരത്തെ നിസ്കാരം ജമാഅത്തായി നിർവഹിക്കപ്പെടണം, ജുമുഅ ജമാഅത്തായി നിർവഹിക്കപ്പെടണം, അത് അതിൻ്റെതായ രൂപത്തിലായി ചെയ്യപ്പെടണം എന്നതുകൊണ്ടാണ് ഒരു ജമാഅത്ത് ഉണ്ടാകുന്നത്, കൂട്ടായ്മ ഉണ്ടാകുന്നത്. പിന്നീട് അത് എന്തൊക്കെ മാറ്റം വരുന്നുവോ അത് വേറെ വിഷയം. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. അപ്പൊ അത്തരം സ്നേഹവും കാരുണ്യവും പരോപകാരവും ദീനാനുകമ്പയും ഇല്ലേ, ഇപ്പൊ ലോകത്ത് പാലിയേറ്റീവ് നമ്മുടെ രാജ്യത്ത്, നമ്മുടെ സംസ്ഥാനത്ത് വളരെ വ്യാപകമായി പ്രചരിക്കുന്ന ഒന്നാണ് പാലിയേറ്റീവ്. എന്താണ്? രോഗികളെ ശുശ്രൂഷിക്കുക. എന്ത് നല്ലൊരു കാര്യം നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്. അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന എത്ര ചെറുപ്പക്കാർ നമുക്കിടയിലുണ്ട്, എത്ര പെൺകുട്ടികളുണ്ട്. കൂലിയില്ലാതെ, ശമ്പളമില്ലാതെ, വരുമാനമില്ലാതെ രോഗികളെ പരിചരിക്കുക. കുടുംബക്കാർ പോലും അകന്നു മാറുന്ന, വൃത്തികേടിൽ കഴിയുന്ന, വൃത്തിയാക്കാൻ കഴിയാത്ത വിധം വൃത്തികേടായിരിക്കുന്ന രോഗികളെ വരെ, കിടപ്പ് രോഗികളെ ശുശ്രൂഷിക്കുക, അവരെ കുളിപ്പിക്കുക, അവരോട് ആശ്വാസ വചനങ്ങൾ പറയുക, അവരെ സന്തോഷിപ്പിക്കുക. ഇത് നമ്മുടെ നാട്ടിൽ ഇപ്പൊ നടക്കുന്ന ഒരു നല്ല കാര്യമാണ്. അതിനുവേണ്ടി സംഘടിക്കുന്നു എത്രയോ ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും ഒക്കെ നമ്മൾ കാണുന്നു. അതിൽ ഹിന്ദുക്കളുണ്ട്, മുസ്ലിങ്ങളുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്, മതത്തിനതീതമായി ചിന്തിക്കുന്നവരുണ്ട്. ഏതാവട്ടെ, എല്ലാവരും അല്ലാഹു തആല അവർക്കൊക്കെ അർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ. ഇത്തരം ഉത്കൃഷ്ട കാര്യങ്ങളുടെ പേരിൽ സംഘടിക്കുന്നവർ നമ്മുടെ സമൂഹത്തിൽ എത്രയോ ഉണ്ട്. പക്ഷേ നമ്മൾ ആരോഗ്യവും സമയവും കളയുന്നത് ഏതൊരു സംഘടനയ്ക്ക് വേണ്ടിയാണ്?
ഏത് നന്മയ്ക്ക് വേണ്ടിയാണ്, ഏത് ഗുണത്തിന് വേണ്ടിയാണ്, ആർക്ക് പരോപകാരം ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. വർഗത്തിന്റെ പേരിലോ വെറുപ്പിന്റെ പേരിലോ അസൂയയുടെ പേരിലോ സംഘടിച്ച നീച സംഘടനകളാണ് സമൂഹത്തിൽ ഇന്ന് അധികവും. വെറുപ്പാണ് ഒരു സംഘടനയുടെ അസൂയ, വെറുപ്പ്. ഇതൊക്കെയാണ് ഇപ്പോ സംഘടനയുടെ പ്രധാനമായ ചാലക ശക്തിയായി മാറിയിരിക്കുന്നത്. ഒരു വിഭാഗത്തോടുള്ള വെറുപ്പ്. അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞു, ലാ യജ്രിമന്നകും ശനാനു ഖൗമിൻ അലാ തഅദിലു. ഒരു വിഭാഗത്തോടുള്ള വെറുപ്പ് അവരോട് അനീതി പ്രവർത്തിക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കാതിരിക്കട്ടെ. അവരോട് വെറുപ്പുണ്ടെന്ന് വിചാരിച്ച് അവരോട് അനീതി കാണിക്കരുത്. നിങ്ങൾക്ക് വെറുപ്പുള്ളത് കൊണ്ട് അവർ നിങ്ങളുടെ ശത്രുക്കളായി തീരണമെന്നില്ല എന്നാണ് പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പൊ വെറുപ്പിന്റെ പേരിലല്ല നമ്മൾ സംഘടിക്കേണ്ടത്. വർഗത്തിന്റെ പേരിലോ വർണ്ണത്തിന്റെ പേരിലോ ജാതിയുടെ പേരിലോ മതത്തിന്റെ പേരിലോ അല്ല നമ്മൾ സംഘടിക്കേണ്ടത്. കാരുണ്യം, സ്നേഹം, കാരുണ്യത്തിന്റെ പേരില്, സ്നേഹത്തിന്റെ പേരില്, പരസ്പര സഹായത്തിന്റെ പേരില്, മാനുഷികമായ മനുഷ്യത്വത്തിന്റെ പേരില് നമ്മൾ സംഘടിക്കുക. അസൂയയും വെറുപ്പും വിദ്വേഷവും ഒക്കെ നമ്മൾ ഉപേക്ഷിക്കുക. അങ്ങനെ വരുമ്പോഴാണ് നമ്മളിൽ നിന്നും നല്ല ചിന്ത വരിക. അപ്പോഴാണ് നമ്മുടെ മനസ്സ് നന്നാവുക. അപ്പോഴാണ് നമ്മുടെ മനസ്സിൽ അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്നുള്ള ഹിദായത്തിന്റെ മാർഗം, നേരിന്റെ മാർഗം, നേരിന്റെ വെളിച്ചം നമ്മിലേക്ക് അല്ലാഹു തആല തുറന്നു തരിക. വതആവനു അലൽ ബിർരി വത്തഖ്വ, നന്മയിലും തഖ്വയിലും നിങ്ങൾ പരസ്പരം സഹായിക്കുക. വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ, ശത്രുതയിലും വെറുപ്പിലും പാപത്തിന്റെ പേരിലും നിങ്ങൾ പരസ്പരം സഹായിക്കരുത് എന്ന് അല്ലാഹു നമ്മളോട് പറയുന്നതും അതുകൊണ്ട് തന്നെയാണ്. നമ്മൾ പ്രവർത്തിക്കുമ്പോൾ നമ്മൾക്കൊക്കെ സംഘടനകൾ വേണം, പാർട്ടി വേണം, എല്ലാം നല്ലതാ. പക്ഷെ എന്തിനാണിത് എന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഇതുകൊണ്ട് എന്റെ പരലോകത്തിന് എന്ത് നേട്ടം കിട്ടും? എന്റെ സംഘടനാ പ്രവർത്തനം കൊണ്ട് ആർക്ക് ഗുണമുണ്ടാവും? ഒരു റേഷൻ കാർഡ് ഇല്ലാത്ത ഒരു പാവപ്പെട്ടവന്റെ റേഷൻ കാർഡ് ഞാൻ ഉണ്ടാക്കി കൊടുത്തിട്ടില്ല. ഒരു ആശുപത്രിയിൽ എത്താൻ കഴിയാത്ത രോഗിയെ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ എന്നെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല, എന്റെ പാർട്ടിക്ക് കഴിഞ്ഞിട്ടില്ല. ഒരു സഹായിക്കാൻ ആളില്ലാത്ത ദരിദ്രയായ ഒരാൾക്ക് ഒരു നേരം ഭക്ഷണം കൊടുക്കാൻ എന്റെ സംഘടനാ പ്രവർത്തനം കൊണ്ട് എനിക്ക് കഴിഞ്ഞിട്ടില്ല. പിന്നെ എന്തിനാണ് എന്റെ സംഘടന? പിന്നെ എന്തിനാണ് എന്റെ കൂട്ടായ്മ? പിന്നെ എന്തിനാണ് ഈ കാട്ടാളത്തം എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം. നന്മയിൽ നമ്മൾ ഒന്നിക്കുക, നന്മയ്ക്ക് വേണ്ടി നമ്മൾ